ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പൊ നിങ്ങൾ എല്ലാവരും SIP വഴി എല്ലാ മാസം ഡിസിപ്ലിൻ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കല്ലേ. അപ്പൊ അതിന് ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു കൺഗ്രാറ്റുലേഷൻസ് പറയാണ്. കാരണം എന്താണ്, നിങ്ങൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ജേർണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്താണ്, ഓൾറെഡി അതിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ അറിയാതെ നിങ്ങളോട് വലിയൊരു മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ 1 കോടി എന്നുള്ള സ്വപ്നം ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കോടിയായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഇപ്പൊ എന്താണ്, നിങ്ങളെ കൊണ്ട് അത് സാധിക്കില്ലായിരിക്കും. അപ്പം നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്ക്, നിങ്ങൾ നിങ്ങളുടെ SIP സെറ്റ് ഇറ്റ് ആൻഡ് ഫോർഗെറ്റ് ഇറ്റ് എന്ന മോഡിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി തന്നെയാണ് ഇത്. പക്ഷേ ഗ്രോത്തിന് ഇത് ലിമിറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ എന്താണ്, ഇക്വിറ്റി ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് നിങ്ങൾ ഇവിടെ നിർത്തുവാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയാതെ ഇവിടെ പോകും. അതായത് എന്താണ്, നിങ്ങളുടെ സാലറി ഇവിടെ കൂടുന്നുണ്ടാവും, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോളും വളരുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സെയിം സ്ഥലത്ത് തന്നെ സ്റ്റക്ക് ആയിട്ടായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. അപ്പൊ അതേ സമയത്ത് നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ പണപ്പെരുപ്പം കാരണം എന്താണ്, നിങ്ങളുടെ പണത്തിന്റെ മൂല്യം ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റെപ്പ് അപ്പ് SIP നെ കുറിച്ചാണ്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. നമുക്ക് പെട്ടെന്ന് ഒരു 30 സെക്കൻഡ്സിൽ റീക്യാപ്പ് ചെയ്താലോ. ഇപ്പൊ എന്താണ് റെഗുലർ SIP എന്ന് പറഞ്ഞാല്? ഇപ്പൊ SIP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് സ്കീമിലേക്ക് ഇപ്പൊ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി അതും അല്ലെങ്കിൽ ക്വാർട്ടർലി ഒരു ഫിക്സഡ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഇതൊരു എന്താണ്, ഓട്ടോമേറ്റഡ് പ്രോസസ് ആണ്. അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് ഓട്ടോ പേ വഴി ഡിഡക്ട് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ആ ഒരു എമൗണ്ട് എന്താണ്, മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം ഇതുവഴി എന്താണ്, നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ എന്താണ്, നമുക്ക് സ്ട്രെസ് ഇല്ലാതെ നമുക്ക് എന്താണ് ഒരു ഇൻവെസ്റ്റിംഗ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കും. അപ്പൊ ഇതിന് 3 ബെനിഫിറ്റ്സ് ആണുള്ളത്. ആദ്യത്തെ ഡിസിപ്ലിൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്താണ്, ഇക്വിറ്റി ഫണ്ടിലേക്ക് റെഗുലർലി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾക്ക് മാർക്കറ്റ് ടൈമിങ്ങിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ഇവിടെ വരുന്നില്ല. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഒരു ശീലമായിട്ട് ഇവിടെ മാറുവാണ്. ഇനി രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ റുപ്പി കോസ്റ്റ് ആവറേജിംഗ് ആണ്. അതായത് ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ കൂടുതൽ യൂണിറ്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ മാർക്കറ്റ് കയറി നിൽക്കുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് കുറവ് യൂണിറ്റ്സ് ആയിരിക്കും ലഭിക്കുന്നത്. അപ്പൊ ഇവിടെ ഓവർ ദ ടൈം എന്താണ്, നമുക്ക് നമ്മുടെ യൂണിറ്റ്സിന്റെ പെർച്ചേസ് പ്രൈസ് എന്താണ് ആവറേജ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇതിനെയാണ് നമ്മൾ റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പവർ ഓഫ് കോമ്പൗണ്ടിങ് ആണ്. അതായത് നിങ്ങളുടെ ഇക്വിറ്റി ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സിന് നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേൺസിന് മേലെ എന്താണ്, നിങ്ങൾക്ക് വീണ്ടും ഇവിടെ റിട്ടേൺസ് ലഭിക്കും. പക്ഷേ ഇവിടെ ഒരു റെഗുലർ SIP എന്ന് പറഞ്ഞാൽ ഒരു ത്രെഡ് മില്ല് പോലെയാണ്. നിങ്ങൾ കൺസിസ്റ്റന്റ് ആണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ സ്പീഡ് എപ്പോഴും സെയിം തന്നെയാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ലോങ് റേസ് നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ബൈ ടൈം നമ്മുടെ സ്പീഡ് കൂട്ടേണ്ടതും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ. സോ ത്രെഡ്മിൽ സ്പീഡ് എങ്ങനെ നമുക്കൊന്ന് കൂട്ടാനായിട്ട് ഇവിടെ സാധിക്കുക? അപ്പം ഇതിനുള്ള ആൻസർ വളരെ സിമ്പിൾ ആണ്. അതാണ് സ്റ്റെപ്പ് അപ്പ് SIP. ഇതിന് നമ്മൾ എന്താണ്, ടോപ്പ് അപ്പ് SIP എന്നും പറയും. ഇപ്പൊ സ്റ്റെപ്പ് അപ്പ് SIP സിമ്പിൾ ആണ്, പക്ഷെ എന്താണ് ഒരു പവർഫുൾ ഫീച്ചർ ആണ്. ഇപ്പൊ സ്റ്റെപ്പ് അപ്പ് SIP വഴി നമ്മുടെ SIP എമൗണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് എല്ലാ വർഷവും ഒരു ഫിക്സഡ് എമൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പെർസെന്റേജ് ആയിട്ട് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ വരുന്ന ലോജിക്ക് വളരെ സിമ്പിൾ ആണ്. ഇപ്പം എല്ലാ വർഷവും നിങ്ങളുടെ സാലറി വളരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൂടാ? അപ്പോൾ നിങ്ങളുടെ വളരുന്ന ഇൻകം നിങ്ങളുടെ ഇക്വിറ്റി ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ട് കൂട്ടിയിണക്കുന്നതാണ് സ്റ്റെപ്പ് അപ്പ് SIP എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എന്താണ്, പെട്ടെന്ന് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾ ഇവിടെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതുവഴി. അപ്പം ഇത് 2 രീതിയിലാണ് നടക്കുന്നത്. ആദ്യത്തെ ഫിക്സഡ് എമൗണ്ട് സ്റ്റെപ്പ് അപ്പ് ആണ്. അപ്പൊ ഇവിടെ എന്താണ്, നിങ്ങൾ തീരുമാനിക്കുന്നത് എന്താണ്, എല്ലാ വർഷവും ഒരു ഫിക്സഡ് എമൗണ്ട് ആയിട്ട് നമ്മൾ SIP കൂട്ടാനാണ്. ലൈക്ക് ഇപ്പൊ 1000 രൂപ വെച്ചൊക്കെ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ 5000 രൂപയുടെ SIP അടുത്ത വർഷം എന്താണ് 6000 രൂപയാവും. പിന്നെ എന്താണ്, അത് 7000 ആവും. അങ്ങനെ ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കും. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് സ്റ്റെപ്പ് അപ്പ് ആണ്. അപ്പൊ ഇതാണ് ഏറ്റവും പോപ്പുലർ അതുപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. അപ്പൊ ഇവിടെ നിങ്ങൾ തീരുമാനിക്കുന്നത് എല്ലാ വർഷവും ഒരു ഫിക്സഡ് പെർസെന്റേജ് ആയിട്ട് SIP കൂട്ടാനാണ്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ 10% വെച്ച് ഇവിടെ 5000 രൂപയുടെ SIP അടുത്ത വർഷം എന്താണ് 5500 രൂപയാകും. അത് കഴിഞ്ഞുള്ള വർഷം എന്താണ് 6050 ആവും. അപ്പൊ ഈ ഒരു രീതിയിൽ എന്താണ് SIP എമൗണ്ട് ഇവിടെ കൂടും. ഇവിടെ ഈ ഒരു ഫീച്ചർ വർക്ക് ചെയ്യുന്ന ബിഹേവിയറൽ ഫൈനാൻസ് ഹാക്ക് പോലെയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സാലറി കൂടുമ്പോൾ എന്താണ്, നമ്മൾ എന്താണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സും കൂട്ടണം എന്നുള്ള കാര്യം. പക്ഷെ മിക്കപ്പോഴും എന്താണ്, നമ്മുടെ സാലറി കൂടുമ്പോൾ എന്താണ് നമ്മുടെ ജീവിത ചെലവുകൾ കൂടാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ വരുമ്പോൾ എന്താണ്, നമ്മൾ ഇതൊക്കെ അങ്ങ് മറന്നു പോകും അല്ലേ. അപ്പൊ സ്റ്റെപ്പ് അപ്പ് SIP വഴി എന്താണ് നമുക്ക് ഈ ഒരു തീരുമാനം അങ്ങ് ഓട്ടോമാറ്റിക്കലി ഇവിടെ നടന്നു പോയിക്കോളൂ. അതായത് നിങ്ങൾ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റം എന്താണ് എല്ലാ വർഷം തന്നെ അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് ചെയ്തോളൂ. അപ്പൊ നമ്മൾ ഇതിനായിട്ട് എന്താണ് ഒരു എക്സ്ട്രാ എഫേർട്ട് ഒന്നും ഇവിടെ ഇടേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ഇനി ഇവിടെ നമ്മുടെ റെഗുലർ SIP എന്ന് പറഞ്ഞാൽ നമ്മൾ ജിമ്മിലേക്ക് പോകുന്ന പോലെയാണ്. എന്നാൽ സ്റ്റെപ്പ് അപ്പ് SIP എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ട്രെയിനറെ പോലെയാണ്. അതായത് ബെറ്റർ റിസൾട്ടിനായിട്ട് എന്താണ് എല്ലാ വർഷവും നമുക്കൊരു എക്സ്ട്രാ പുഷ് ഇവിടെ നമുക്ക് തരും. സോ ഇത്രയൊക്കെ സംസാരിച്ചാൽ മതിയെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് റിയൽ മാജിക് നമ്പേഴ്സ് നോക്കാം. ഇവിടെ നമുക്ക് കാൽക്കുലേറ്റർ ഉണ്ട്. 2 ഇൻവെസ്റ്റേഴ്സിന്റെ ജേർണിയാണ് നമ്മൾ ഇവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ മാസം 5000 രൂപ വെച്ച് SIP തുടങ്ങുന്നവരാണ് ഇവര്. അപ്പൊ ആദ്യത്തെ ആളെ എന്താണ് നമുക്ക് മിസ്റ്റർ റെഗുലർ എന്ന് വിളിക്കാം. അതേ ഒരു ഫിക്സഡ് എമൗണ്ടിൽ ഒരു റെഗുലർ SIP ആണ് ചെയ്യുന്നത്. ഇനി മിസ്റ്റർ സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ എന്താണ് എല്ലാ വർഷവും 10% വെച്ച് ഇവിടെ SIP കൂട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ഒരു ആവറേജ് റിട്ടേൺ പെർ ആനം 12% നമുക്ക് ഇവിടെ അസ്യൂം ചെയ്യാം.
ഇപ്പം ഇവിടെ എന്താണ് ആദ്യത്തെ കുറച്ച് വർഷത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ് ഇവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല. മിസ്റ്റർ റെഗുലർ എന്താണ് 60,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ സ്റ്റെപ്പ് ആണെങ്കിൽ എന്താണ് 60,000 രൂപ വെച്ച് തന്നെയാണ് തുടങ്ങിയത്. പക്ഷേ 5th ഇയർ ആയപ്പോഴേക്കും മിസ്റ്റർ സ്റ്റെപ്പിന്റെ മന്ത്ലി SIP 7,321 രൂപയായിട്ട് കൂടി. 5 വർഷം കഴിഞ്ഞപ്പോൾ മിസ്റ്റർ റെഗുലർ എന്താണ് 4,05,000 രൂപ അദ്ദേഹത്തിനുണ്ട്. അതേ സമയത്ത് മിസ്റ്റർ സ്റ്റെപ്പിനാണെങ്കിൽ 4,84,000 രൂപയാണ്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താണ് വലിയ വ്യത്യാസമൊന്നുമില്ല, ഓക്കെയാണ്. പക്ഷെ നിങ്ങളൊന്ന് വെയിറ്റ് ആക്ക്, 10 വർഷം മുന്നോട്ടേക്ക് നിങ്ങൾ നോക്കിയേ. അപ്പൊ ഇവിടെയാണ് കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് ശരിക്കും തുടങ്ങുന്നത്. അപ്പൊ 10 വർഷം കഴിഞ്ഞപ്പോൾ മിസ്റ്റർ റെഗുലറിന്റെ കോർപ്പസ് ഇവിടെ വരുന്നത് 11,20,000 രൂപയായിട്ടുണ്ട്. പക്ഷെ എന്താണ് നമ്മളിവിടെ നോക്കിയാൽ മിസ്റ്റർ സ്റ്റെപ്പിന് എന്താണ് മന്ത്ലി SIP ഇപ്പം 11,790 രൂപയായിട്ട് വളർന്നിട്ടുണ്ട്. കോർപ്പസ് എത്രയാണ് 16,34,000 രൂപയും. അതായത് ഓൾമോസ്റ്റ് 5 ലക്ഷത്തിന്റെ ഡിഫറൻസ്. ഇനി നമുക്ക് 15 വർഷം മാർക്കിലേക്ക് പോവാം. അപ്പൊ ഇവിടെയാണ് നിങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടി സാധിക്കുക എന്താണ് മിസ് ചെയ്യുന്നുള്ളത്. അപ്പൊ 15 വർഷത്തിൽ മിസ്റ്റർ റെഗുലർ 9 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ കോർപ്പസ് ഏകദേശം 24 ലക്ഷം രൂപയാണ്. എന്നാൽ ഇവിടെ തന്നെ മിസ്റ്റർ സ്റ്റെപ്പ് ആണെങ്കിൽ 19,06,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇവിടെ ഫൈനൽ കോർപ്പസ് വരുന്നത് 41,38,000 രൂപയാണ്. അതായത് 17 ലക്ഷത്തിലധികം ഡിഫറൻസ്. ഇനി 20 വർഷത്തിൽ മിസ്റ്റർ റെഗുലറിന്റെ കോർപ്പസ് വരുന്നത് ഏകദേശം 46 ലക്ഷം രൂപയാണ്. അതുപോലെ മിസ്റ്റർ സ്റ്റെപ്പിന്റെ വരുന്നത് 93 ലക്ഷം രൂപയാണ്. അതായത് ഇരട്ടിയിലധികം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും മിസ്റ്റർ റെഗുലർ എന്താണ് 1 കോടി എന്ന മാർക്ക് എന്ന് ഒരുപാട് അകലെയാണ്. അതേ സമയത്ത് മിസ്റ്റർ സ്റ്റെപ്പ് ആണെങ്കിലോ അദ്ദേഹം ഓൾമോസ്റ്റ് ഒരു കോടീശ്വരനായിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. അതുപോലെ എന്താണ് ഇവിടെ 25 വർഷം അവസാനിച്ചപ്പോഴേക്കും ഫൈനൽ സ്കോർ വരുന്നത് എന്താണ് മിസ്റ്റർ റെഗുലർ 15 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്ത്. അതിൽ ഫൈനൽ കോർപ്പസ് വന്നിരിക്കുന്നത് 85,11,000 രൂപയാണ്. അത് ഒട്ടും മോശമല്ലാത്തൊരു എമൗണ്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ മിസ്റ്റർ സ്റ്റെപ്പിന് ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണ് 59 ലക്ഷം രൂപയാണ്. അതിൽ ഫൈനൽ കോർപ്പസ് വന്നതാണ് ഏകദേശം 2 കോടിയുടെ അടുത്താണ്. സോ ഇതാണ് സ്റ്റെപ്പിന്റെ റിയൽ പവർ എന്ന് പറയുന്നത്. സോ നമുക്ക് സ്റ്റെപ്പ് SIP വഴി നമ്മുടെ ഫൈനാൻഷ്യൽ ഗോൾ നമുക്ക് എളുപ്പത്തിൽ അതുപോലെ തന്നെ കൂടുതൽ മാനേജബിൾ ആയിട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കും. സപ്പോസ് നിങ്ങളിപ്പോൾ എന്താണ് അടുത്തൊരു 20 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു 2 കോടി രൂപ നിങ്ങൾക്ക് എന്താണ് റിട്ടയർമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലായിട്ടോ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളൊരു 12% ആവറേജ് റിട്ടേൺ നമ്മളിവിടെ അസ്യൂം ചെയ്യുവാണെങ്കിൽ എന്താണ് നമുക്ക് ഈ ഒരു ടാർഗറ്റ് എത്താനായിട്ട് മാസം എന്താണ് 21,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് ഇവിടെ വരും. പക്ഷേ നിങ്ങളിപ്പോൾ എന്താണ് ഒരു 10% സ്റ്റെപ്പ് അപ്പ് വഴി എന്താണ് എടുക്കുവാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് വെച്ച് നിങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കും. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ മാസം ഒരു 10,000 രൂപ വെച്ച് നിങ്ങൾക്ക് ഇവിടെ SIP നിങ്ങൾക്ക് തുടങ്ങാം. അതുപോലെ തന്നെ എല്ലാ വർഷവും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് 10% വെച്ച് ഇവിടെ കൂട്ടാം. അപ്പൊ 20 വർഷം കഴിയുമ്പോഴേക്ക് എന്താണ് നിങ്ങൾക്ക് ഏകദേശം 2 കോടിയുടെ കോർപ്പസ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങളിപ്പം ഒറ്റയടിക്ക് ഒരു വലിയ പ്രഷർ എടുക്കാതെ എന്താണ് പതുക്കെ നിങ്ങളുടെ സേവിങ്സ് കൂട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് ഇവിടെ നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റെപ്പ് SIP എന്ന് പറയുന്നത് ഒരു മാജിക് ട്രിക്ക് ഒന്നല്ല. ഇവിടെ എന്താണ് നമ്മൾ കൂടുതൽ പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾക്ക് ലാസ്റ്റ് എന്താണ് വലിയൊരു കോർപ്പസ് നമുക്ക് ഇവിടെ ലഭിക്കും. പക്ഷേ ഇവിടുത്തെ മെയിൻ പോയിന്റ് ഈ ഒരു എക്സ്ട്രാ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ഇൻകത്തിന് കൂടുന്നതനുസരിച്ചാണ് വരുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇത് നമ്മുടെ നിലവിലുള്ള ലൈഫ് സ്റ്റൈലിന് എന്താണ് ഒരു രീതിയിലും ബാധിക്കില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ എന്താണ് കോമ്പൗണ്ടിങ് കാരണം എന്താണ് ഈ എക്സ്ട്രാ ഇൻവെസ്റ്റ്മെന്റ്സ് എന്നുള്ള റിട്ടേണും എന്താണ് നല്ല രീതിയിൽ ഇവിടെ വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും. സോ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ സ്റ്റെപ്പ് 2 കോടിയുടെ കോർപ്പസ് ഉണ്ടാക്കി. അപ്പൊ 2 കോടി ഉണ്ടാക്കിയല്ലേ, അപ്പൊ നമുക്ക് ഇൻകം ടാക്സ് വിട്ട് കളയാൻ വേണ്ടി പറ്റുമോ? ഞാൻ ചുമ്മാ പറഞ്ഞാണ്. പിന്നെ നമുക്കൊന്ന് ഇക്വിറ്റി ഫണ്ട് SIPയുടെ മുകളിൽ എങ്ങനെയാണ് ടാക്സ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ പണം വിഡ്രോ ചെയ്യുമ്പോൾ മാത്രമേ ടാക്സ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. അതായത് നിങ്ങൾ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് റെഡീം ചെയ്യുമ്പോൾ മാത്രമേ എന്താണുള്ളൂ. അപ്പൊ നിങ്ങളിപ്പോ പണം ഇൻവെസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ എന്താണ് യാതൊരു ടാക്സും ഇവിടെ ഇല്ല. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റൂള് FIFO ആണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പൊ നിങ്ങൾ SIP ചെയ്യുമ്പോൾ ഓരോ ഇൻസ്റ്റാൾമെന്റും സെപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. അതായത് ഇപ്പോൾ 10 വർഷത്തെ SIPക്ക് എന്താണ് 120 ഡിഫറെന്റ് പെർച്ചേസ് ഡേറ്റ് ഉണ്ടാവും. അപ്പൊ ഇവിടെ നിങ്ങളിപ്പോൾ പണം വിഡ്രോ ചെയ്യുമ്പോൾ സിസ്റ്റം അസ്യൂം ചെയ്യുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും പഴയ യൂണിറ്റ്സ് ആണ് ആദ്യം വിറ്റതെന്നാണ്. അപ്പൊ നമ്മളിവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഹോൾഡിംഗ് പീരീഡ് അനുസരിച്ചാണ് ഇവിടെ ടാക്സ് വരുന്നത്. ഇനി നമുക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിലെ ടാക്സേഷനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. 2024-25 ഫൈനാൻഷ്യലിലെ പുതിയ നിയമപ്രകാരം ഇത് 23 ജൂലൈ 2024 തൊട്ട് എഫക്റ്റീവ് ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ എന്താണ് റെഡീം ചെയ്യും മുമ്പ് എന്താണ് യൂണിറ്റ്സ് ഇപ്പോൾ 12 മാസത്തിലധികം ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ഇവിടെ കണക്കാക്കും. ഒരു ഫൈനാൻഷ്യലിൽ 1,25,000 വരെയുള്ള ക്യാപിറ്റൽ ഗെയിൻ എന്താണ് ടാക്സ് ഫ്രീ ആണ്. ഇതിന് മേളിൽ വരുന്ന ക്യാപിറ്റൽ ഗെയിന് 12.5% ടാക്സ് റേറ്റ്. ഇനിയിപ്പോൾ 12 മാസം താഴെയാണ് നിങ്ങൾ യൂണിറ്റ്സ് ഹോൾഡ് ചെയ്യുന്നെങ്കിൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടായിരിക്കും ഇവിടെ കണക്കാക്കുക. അപ്പൊ ഈ ഒരു കേസിൽ മൊത്തം ക്യാപിറ്റൽ ഗെയിൻ 20% അവിടെ ടാക്സ് ചെയ്യുന്നത്. അപ്പൊ ഡെറ്റ് ഫണ്ട്സിൽ ഈ റൂൾ കുറച്ചുകൂടി സിമ്പിൾ ആണ്. നിങ്ങളിപ്പോൾ 1 ഏപ്രിൽ 2023 ശേഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഹോൾഡിംഗ് പീരീഡ് ഇവിടെ മാറ്റർ ചെയ്യില്ല. അപ്പൊ എന്തെങ്കിലും ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അത് ടോട്ടൽ ടാക്സബിൾ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യും. അതുപോലെ അത് ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ചായിരിക്കും ഇവിടെ ടാക്സ് ചെയ്യുന്നത്. പിന്നെ ഇക്വിറ്റി ഫണ്ടിൽ ELSS ഒരു കാറ്റഗറി ഉണ്ട്, അതായത് ഇക്വിറ്റി ലിങ്ക് സേവിംഗ് സ്കീം. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് ടാക്സബിൾ ഇൻകം
ഓൾ ടാക്സ് റെജിം പ്രകാരം സെക്ഷൻ 80C കീഴിൽ 1.5 ലക്ഷം രൂപ വരെ എന്താണ് നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു സ്കീമിന് എന്താണ് 3 വർഷത്തെ ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. അതിൽ ഇക്വിറ്റി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് റൂൾ ഇവിടെ അപ്ലൈ ആവും. സോ നിങ്ങൾക്ക് സ്റ്റെപ്പ് അപ്പ് SIP എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുപോലെ അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റെഗുലർ SIPs നല്ലതാണ്, എന്നാൽ എന്താണ് സ്റ്റെപ്പ് അപ്പ് SIP കുറച്ചും കൂടി ബെറ്റർ ആണ്. പ്രത്യേകിച്ച് ഇപ്പൊ എന്താണ് നിങ്ങൾ ജോലിക്കൊക്കെ കയറി തുടങ്ങിയ ഒരാളാണ്, അതുപോലെ തന്നെ എല്ലാ വർഷവും നിങ്ങളുടെ വരുമാനം കൂടുന്നുണ്ടെങ്കിൽ, അപ്പൊ നിങ്ങൾ ഇവിടെ ഓർക്കുക നിങ്ങളുടെ സാലറി ഇപ്പൊ എല്ലാ വർഷവും കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തോടാ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിന് ഇപ്പോഴും ത്രെഡ്മില്ല് SIP ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ഈ ഒരു വീഡിയോ അവർക്ക് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ പെട്ടെന്ന് കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.